ഈ വീഡിയോ സാംസങ് ഗാലക്സി F22ൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ്. അതും ഈ ഗാലക്സി F22 എന്ന് പറയുന്ന ഫോൺ ഒരു ബഡ്ജറ്റ് ഓപ്ഷനായി വന്നേക്കുന്ന ഒരു ഫോണാണ്. അതായത് ഇതിൻ്റെ പ്രൈസിങ് നോക്കുവാണെങ്കിൽ ബേസ് വേരിയൻ്റെ പ്രൈസിങ് 12,499 ഇന്ത്യൻ റുപ്പീസ് ആണ്. അതും ആ വേരിയൻറ്റിനകത്ത് നമുക്ക് 4GB റാമും 64GB സ്റ്റോറേജുമാണ് വരുന്നത്. പിന്നെ ഉള്ള ടോപ്പ് വേരിയൻറ്റ്, അതായത് രണ്ടാമത്തെ വേരിയൻ്റെ പ്രൈസിങ് 14,499 ഇന്ത്യൻ റുപ്പീസ് ആണ്. അതിനകത്ത് നമുക്ക് 6GB റാമും 128GB സ്റ്റോറേജും വരുന്നുണ്ട്. അത് ഞാനിവിടെ ടെസ്റ്റ് ചെയ്ത വേരിയൻറ്റ് ബേസ് വേരിയൻ്റ് ആണ്. അതായത് നമുക്ക് 4GB റാമും 64GB സ്റ്റോറേജ് ഓപ്ഷനുള്ള വേരിയൻ്റാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്. അത് ടെസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു വേരിയൻ്റ് ആവാൻ നേരത്ത് ഈ പ്രൈസിങ് കുറച്ച് അട്രാക്റ്റീവ് ആണ്. അത് മാത്രമല്ല ഇതാണ് അവർ ഒരുപാട് മാർക്കറ്റ് ചെയ്യുന്ന വേരിയൻറ്റ്. അതും ഈ ഒരു ഓപ്ഷൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം, അതായത് ഈ ഒരു ബേസ് വേരിയൻറ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഗാലക്സി F22 എന്ന് പറയുന്ന ഫോൺ ഈ ഒരു പ്രൈസിങ്ങിന് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതായത് സാംസങ്ങിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നത് ആദ്യമായിട്ടാണ്. അതായത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കാൻ നേരത്തെ തന്നെ അത്യാവശ്യം നല്ലൊരു സ്പെസിഫിക്കേഷൻ ഉള്ളൊരു ഫോണാണ്. പിന്നെ അത് മാത്രമല്ല യൂസർ എക്സ്പീരിയൻസ് നല്ലോണം കിട്ടുന്ന ഒരു ഫോൺ തന്നെയാണ്. അതായത് ഈ ഫോൺ അത്യാവശ്യം ബാലൻസ്ഡ് ആയ ഒരു ഓപ്ഷനാണ്. അതായത് നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ല തന്നെ വരുന്നതാണ്. അതായത് ചില കാര്യത്തിനകത്തൊക്കെ ബെസ്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് ഈ ബഡ്ജറ്റിനകത്ത്. ബാക്കിയുള്ള കാര്യത്തിനകത്ത് തന്നെ നമുക്കതിനെ മോശം പറയാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതിവിടെ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേനെയാണ്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കാൻ നേരത്തെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ആണ്. അത് ഈ ഡിസ്പ്ലേയുടെ സൈസ് എന്ന് പറയുന്നത് 6.4 ഇഞ്ചാണ്. അതും ഈ ഡിസ്പ്ലേ ഒരു AMOLED പാനലാണ്. അപ്പോൾ ഇത് ഫുൾ HD പാനലൊന്നും അല്ല, അതിന് പകരം 720 പിക്സൽസ് മാത്രമേ വരുന്നുള്ളൂ. അതായത് നമുക്ക് ഇതിൻ്റെ റെസൊല്യൂഷൻ നോക്കാൻ നേരത്ത് 1600x720 പിക്സൽസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പിക്സൽ ഡെൻസിറ്റി 274 ppi ആണ്. അതും ഈ ഒരു പിക്സൽ ഡെൻസിറ്റി വലിയ കുഴപ്പമുള്ളൊരു കാര്യമല്ല. കാരണം നമ്മളിപ്പോൾ നോർമൽ ഡിസ്റ്റൻസിൽ വെച്ചാണ് ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കിവിടെ റെസൊല്യൂഷൻ കുറവുള്ള കാര്യം തോന്നത്തില്ല. അതായത് നമുക്കിവിടുത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്, ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഏറ്റവും ബെസ്റ്റ് ആയതുകൊണ്ട് തന്നെ, ഈ ബഡ്ജറ്റിന് ഏറ്റവും ബെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തുള്ള എക്സ്പീരിയൻസ് നല്ലോണം തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് അടുത്തൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് ആ റെസൊല്യൂഷൻ കുറവുള്ള കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. ചെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചാൽ മാത്രമേ അങ്ങനത്തെ ഒരു കാര്യം കാണാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ ഡിസ്പ്ലേയുടെ എക്സ്പീരിയൻസ് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് നമുക്കൊരു സാംസങ്ങിൻ്റെ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേന്ന് എങ്ങനെയാണോ ഒരു എക്സ്പീരിയൻസ് വരുന്നത്, അത് തന്നെയാണ് ഈ ഗാലക്സി F22ൻ്റെ ഡിസ്പ്ലേന്ന് കിട്ടുന്നത്. അതായത് ഇവിടുത്തെ നോച്ചിൻ്റെ ഏരിയ നോക്കിയാലോ അല്ലെങ്കിൽ നമ്മളിവിടുത്തെ ബെസലിൻ്റെ സൈഡൊക്കെ നോക്കിയാൽ തന്നെ അവിടെ നിന്നൊരു അൺഈവൻ പോർഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിനൊക്കെ പുറമെ ഈ ഡിസ്പ്ലേക്ക് 90 Hz റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. അതായത് ഒരു ഹയർ റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വരുന്ന ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്താണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു കുറച്ചും കൂടി ഒരു എക്സ്ട്രാ സ്മൂത്ത്നെസ് ഈ സ്ക്രോൾ ചെയ്യുമ്പോഴും അതിനൊക്കെ ഹോം സ്ക്രീനിൽ കൂടെ ഒക്കെ ബ്രൗസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അതായത് ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഈ ഒരു ബഡ്ജറ്റിന് ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു ഡിസ്പ്ലേ ആയിട്ട് തന്നെ പറയാൻ പറ്റും. അതായത് നമുക്ക് ഇവിടുത്തെ റെസൊല്യൂഷൻ കുറവൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ഈ ഡിസ്പ്ലേയുടെ കൂടെ തന്നെ ഇവിടുത്തെ ഓഡിയോ നോക്കാൻ നേരത്ത് നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഹെഡ്ഫോൺ ജാക്ക് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വയർഡ് ഹെഡ്ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് നല്ലതാക്കി മാറ്റാൻ പറ്റും. അല്ലാതെ നമുക്കിപ്പോൾ ലൗഡ് സ്പീക്കറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരൊറ്റ സ്പീക്കർ മാത്രമേ ഉള്ളൂ. ഈ താഴെ കാണുന്ന ഗ്രില്ല് മാത്രമാണ് സ്പീക്കർ. അതും ഈ ഒരു സ്പീക്കർ വലിയ തരക്കേടില്ലാത്തൊരു സ്പീക്കറാണ്. മാക്സിമം ലൗഡ്നെസ് ലെവൽ നോക്കിയാൽ തന്നെ നമ്മൾ ഈ സ്പീക്കർ കവർ ചെയ്തിട്ടില്ലെങ്കിൽ നല്ലോണം തന്നെ കിട്ടുന്നുണ്ട്. അതായത് നമുക്കൊരു ചെറിയ റൂം ആണെങ്കിൽ പോലും അതിനകത്തൊക്കെ അത്യാവശ്യം ഫില്ലായി നിൽക്കുന്നുണ്ട്. പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിനകത്ത് തന്നെ അങ്ങനെ ഭയങ്കര പ്രശ്നം തോന്നിയില്ലായിരുന്നു ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്പീക്കർ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒറ്റ സ്പീക്കർ അതിൻ്റെ കുഴപ്പമില്ലാതെ തോന്നുന്നില്ല. അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റിനകത്ത് നല്ലൊരു സ്പീക്കർ സിസ്റ്റം തന്നെയാണ്. പിന്നെ ഇവിടെ നമുക്ക് വേറെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് വേർഷൻ 5 ആണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാം. അത് അങ്ങനെ കണക്ട് ചെയ്യാൻ നേരത്ത് കണക്ഷനകത്ത് പ്രശ്നങ്ങളൊന്നും വരുന്നില്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ ഇയർപീസിൻ്റെ കാര്യത്തിനകത്ത് തന്നെ ഇയർപീസും നല്ലൊരെണ്ണമാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കോളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അതിനും വലിയ കുഴപ്പങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ അതായത് നമുക്ക് ഇത്രയും നോക്കിയ കാര്യങ്ങൾ ഈ ഡിസ്പ്ലേയും ഓഡിയോയുടെ സൈഡെല്ലാം നോക്കുമ്പോൾ അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ സാംസങ് സാധാരണ ഒരു ബഡ്ജറ്റ് ഫോണിൽ ചെയ്യുന്നൊരു കാര്യം, അവിടെ ഉപയോഗിക്കുന്ന പ്രൊസസ്സർ നല്ല ലോ എൻഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ സാംസങ് കുറച്ച് വ്യത്യാസമായിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് ഒരുപാട് ലോ എൻഡ് ഒരു പ്രൊസസ്സർ ഉപയോഗിക്കുന്നതിന് പകരം MediaTekൻ്റെ ഹീലിയോ G80 ആണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരെണ്ണമാണ്. അതായത് ഈ ഒരു ബഡ്ജറ്റിന് നമുക്ക് ഭയങ്കര പ്രശ്നം പറയാൻ പറ്റാത്തൊരു പ്രൊസസ്സറാണ്. പക്ഷേ എന്നാലും ഞാൻ കുറച്ച് ലാഗൊക്കെ പ്രതീക്ഷിച്ചാണ്. കാരണം സാംസങ്ങിൻ്റെ UI ആകുമ്പം കുറച്ച് ലാഗൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ്. പക്ഷേ അതിനകത്ത് എനിക്കൊരു അത്ഭുതം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഭയങ്കര ലാഗുള്ള കാര്യങ്ങളില്ല. അതായത് നമ്മളിപ്പോൾ നോർമൽ ടാസ്ക് ചെയ്യുവാണെങ്കിൽ, ഇപ്പം ഹോം സ്ക്രീനിൽ കൂടെ ബ്രൗസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക, കോൾ ചെയ്യുക, അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അതൊക്കെ വളരെ സ്മൂത്തായിട്ടാണ് വർക്ക് ആവുന്നത്. അതിവിടെ ഇങ്ങനെ ആയതിൻ്റെ കാരണം ചിലപ്പോൾ രണ്ടാകാം. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് ഇവിടുത്തെ റിഫ്രഷ് റേറ്റ് 90 Hz ആണ്. അപ്പോൾ 60 Hz അല്ല. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കുറേ സഹായിക്കുന്നതാണ് ഇങ്ങനെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ HD അല്ല, അതിന് പകരം സാധാ HD മാത്രമാണ്. അപ്പോൾ ഇത് രണ്ടും കൊണ്ടാകാം കുറച്ചും കൂടെ സ്മൂത്ത്നെസ് തോന്നിയത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എല്ലാ കാര്യത്തിനും ആ സ്മൂത്ത്നെസ് കിട്ടുമെന്നല്ല. അതായത് നമ്മളിപ്പോൾ ഗെയിമൊക്കെ എടുക്കാൻ നേരത്ത്, പ്രത്യേകിച്ചും ആസ്ഫോൾട്ട് 9 കണക്കത്തെ ഒരു ഗെയിം കളിക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെവിയായ ഗ്രാഫിക്കുള്ള ഗെയിം അല്ല, എന്നാൽ പോലും അതിനകത്ത് നമുക്ക് ഫ്രെയിം ഡ്രോപ്സ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ വന്നെങ്കിൽ പോലും ആ ഗെയിം കളിക്കുന്ന സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് നമുക്ക് ഗെയിം പ്ലേ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ലെവലൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 20 മിനിറ്റ് ഈ ആസ്ഫോൾട്ട് 9 കളിച്ചാൽ പോലും നമുക്ക് ഈ ഫോൺ ചൂടാവുന്നത് ഭയങ്കര കൂടുതലല്ല. അതായത് നമ്മളിപ്പം ഒരുപാട് നേരം ഫോൺ ഉപയോഗിച്ചാൽ തന്നെ അങ്ങനെ ചൂടാവുന്ന കാര്യം ഭയങ്കരമായിട്ട് അറിയുന്നില്ല. അപ്പോൾ അത് എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഞാൻ മുമ്പേ ടെസ്റ്റ് ചെയ്ത റിയൽമി നാർസോ 30 ചൂടാവുന്ന കാര്യം ഒരുപാട് കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഗാലക്സി F22 ഇല്ല.
അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ അഡ്വാൻറ്റേജ് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിൽ കിട്ടാൻ പോണ സോഫ്റ്റ്വെയർ സപ്പോർട്ടിൻ്റെ കാര്യമാണ്. സാംസങ് പറഞ്ഞേക്കുന്നത് ഈ ഫോണിന് 2 മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും പിന്നെ അതിനൊക്കെ 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം വേറെ കമ്പനീസ് ഒന്നും പറയുന്നില്ല. പ്രത്യേകിച്ചും ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഇങ്ങനത്തെ ഒരു കാര്യം ഒരു കമ്പനീസും പറയുന്നില്ല. അപ്പോൾ സാംസങ് ഈ ഫോണിന് അങ്ങനത്തെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞാൽ വലിയ ഹൈപ്പ് കാണിക്കേണ്ട കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് One UI പൊതുവെ ഇഷ്ടമാണ്. ഇവിടെ ആൻഡ്രോയിഡ് 11 ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. One UI 3.1 ചെയ്തേക്കുന്നത്. പിന്നെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 3 മാസം കൂടുമ്പോൾ അപ്ഡേറ്റ് വരേണ്ട രീതിയിലാണ് സാംസങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ഡേറ്റിൻ്റെ കാര്യത്തിനകത്ത് വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ് തന്നെയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ വന്നെങ്കിലും ഇവിടുത്തെ ക്യാമറ സിസ്റ്റം നോക്കാൻ നേരത്ത് അതെന്ന് പറയുന്നത് കുറച്ച് മോശമായിട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ചും ഇവിടുത്തെ ഫ്രണ്ട് ക്യാമറ നല്ല മോശമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇവിടുത്തെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് ഒരു 13 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പർച്ചർ f2.2 ആണ്. അത് ഈ ക്യാമറ വെച്ചെടുക്കുന്ന സെൽഫീസ് നല്ല മോശമായ സെൽഫീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഈ ഗാലക്സി F22 നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടുത്തെ ഫ്രണ്ട് ക്യാമറ എടുക്കുന്ന സെൽഫീസ് നോക്കാൻ നേരത്ത് ഇപ്പോൾ നമ്മൾ വീടിനകത്തെടുത്താൽ വീടിൻ്റെ പുറത്തുനിന്ന് എടുത്താൽ പോലും ആ സെൽഫിക്ക് അത് നല്ല പ്രോസസ്സിംഗ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സെൽഫീസ് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് നോക്കാൻ നേരത്ത് തരക്കേടില്ലാത്ത രീതിയിൽ മാത്രമാണ് വീഡിയോ റെക്കോർഡിംഗ് വരുന്നത് ഫ്രണ്ട് ക്യാമറ വെച്ച്. അതായത് നമ്മൾ ഫ്രണ്ട് ക്യാമറ വെച്ചെടുക്കുന്ന വീഡിയോ നോക്കുവാണെങ്കിൽ സ്റ്റെബിലൈസേഷൻ മോശമായിരുന്നു. പിന്നെ കളേഴ്സ് എന്ന് പറയുന്നതും അത്ര നാച്ചുറലായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മൾ ബാക്ക് ക്യാമറയിലേക്ക് പോകുന്ന നേരത്ത് ബാക്കിൽ നമുക്ക് 4 ക്യാമറ വരുന്നുണ്ട്. എന്നാലും നമുക്ക് അതിനകത്ത് 2 ക്യാമറയാണ് ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാമറ. അതിനകത്ത് ഒന്നെന്ന് പറഞ്ഞാൽ മെയിൻ ക്യാമറയാണ്. അതൊരു 48 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പർച്ചർ f2.0 ആണ്. പിന്നെ ഉള്ളത് നമുക്കൊരു 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയാണ്. അതിൻ്റെ ആപ്പർച്ചർ f2.2 ആണ്. പിന്നെ ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള 2 ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അത് രണ്ടും 2 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിനകത്ത് ഒന്ന് മാക്രോ ക്യാമറയും ഒന്ന് ഡെപ്ത് സെൻസറുമാണ്. അത് രണ്ടെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വളരെ മോശമാണ് ക്വാളിറ്റി. പക്ഷെ നമുക്ക് ഈ മെയിൻ ക്യാമറയും ഈ അൾട്രാ വൈഡ് ക്യാമറയും നോക്കുവാണെങ്കിൽ നല്ല ലൈറ്റുള്ള ഒരു കണ്ടീഷനിലാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ല ഫോട്ടോസാണ് കിട്ടുന്നത്. അതായത് നമുക്ക് പ്രശ്നമുള്ള ഫോട്ടോസ് എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത് നല്ല ഫോട്ടോസിനെ പറയാൻ പറ്റൂ. കാരണം നമുക്ക് ഡൈനാമിക് റേഞ്ചിനകത്ത് തിരക്കില്ല. പ്രത്യേകിച്ച് മെയിൻ ക്യാമറയുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ അതിനങ്ങനെ കളേഴ്സൊക്കെ ഷാർപ്പായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ബോക്കി എഫക്റ്റും ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ലൈറ്റുള്ളൊരു കണ്ടീഷനകത്ത് ഈ മെയിൻ ക്യാമറ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ് വരുന്നത്. പക്ഷേ അൾട്രാ വൈഡ് ക്യാമറയ്ക്കകത്ത് നല്ല ലൈറ്റ് ഉണ്ടെങ്കിലും ആ എഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വലിച്ച് നീട്ടിയാണൊക്കെ തോന്നും. കാരണം ഇത് ഫീൽഡ് ഓഫ് വ്യൂ കുറച്ച് കൂടുതലാണ്. 123 ഡിഗ്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നാച്ചുറൽ എഫക്റ്റ് അൾട്രാ വൈഡ് ക്യാമറ കിട്ടുന്നില്ല. എന്നാലും നമുക്ക് അങ്ങനത്തെ ഒരു ക്യാമറ വരുന്നത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ നമ്മൾ ലൈറ്റ് കുറഞ്ഞൊരു സിറ്റുവേഷനിലേക്ക് പോകാൻ നേരത്ത് ഈ അൾട്രാ വൈഡ് ക്യാമറ ഭയങ്കര മോശമായി മാറും. പിന്നെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റും. അതായത് നമുക്ക് നൈറ്റ് മോഡൊക്കെ ഓൺ ചെയ്തിട്ട് എടുത്താൽ പോലും നോയ്സ് ഉള്ള ഫോട്ടോസാണ് വരുന്നത്. അതായത് നമുക്ക് അതിനകത്ത് ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് കുറഞ്ഞ സമയത്ത് നമ്മൾ ഈ മെയിൻ ക്യാമറ വെച്ചൊരു ഫോട്ടോ എടുത്താൽ നമുക്ക് അങ്ങനെ അധികം ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. പക്ഷേ ഈ മെയിൻ ക്യാമറയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഇപ്പോൾ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ റെസൊല്യൂഷൻ നോക്കാൻ നേരത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ നോക്കുവാണെങ്കിൽ 1080p 30 FPS വരെ പോകണുള്ളൂ. അതായത് നമുക്ക് 4K അല്ലെങ്കിൽ 1080p 60 വരെ ഒന്നും പോകണില്ല. പക്ഷെ എന്നാൽ പോലും 1080p 30 എടുക്കുന്ന വീഡിയോസ് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയുള്ള വീഡിയോ തന്നെയാണ്. അതായത് നമുക്ക് സ്റ്റെബിലൈസേഷനകത്ത് അങ്ങനെ വലിയ ഇഷ്യൂസ് ഇല്ല. അത് മാത്രമല്ല ഫോക്കസിങ് തിരക്കേടില്ല നടക്കുന്നുണ്ട്. പിന്നെ കളേഴ്സ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം സാച്ചുറേറ്റഡ് ആയ കളേഴ്സാണ്. അതായത് എനിക്ക് ഈ വീഡിയോ ഔട്ട്പുട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവിടുത്തെ ഈ ക്യാമറ സിസ്റ്റം മൊത്തത്തിൽ പറയുവാണെങ്കിൽ, ഫ്രണ്ട് ക്യാമറയും കൂടെ വെച്ച് നോക്കിയിട്ട് പറയുവാണെങ്കിൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് പോയിന്റിന് ഒരു ആവറേജ് ആയിട്ടുള്ള ക്യാമറ സിസ്റ്റമാണ്. നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ബാക്ക് ക്യാമറ വെച്ച് വീഡിയോ റെക്കോർഡിംഗ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രമേ ഈ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ. പക്ഷേ അങ്ങനെ പറഞ്ഞാലും ഇവിടുത്തെ ബാറ്ററിയിലേക്ക് പോകാൻ നേരത്ത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച രീതിയിലാണ് വന്നേക്കുന്നത്. ഇവിടെ വന്നേക്കുന്ന ബാറ്ററിയുടെ സൈസ് 6000 mAh ആണ്. അത് നിങ്ങളൊരു ഹെവി യൂസർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടണം. എനിക്ക് കിട്ടിയ സ്ക്രീൻ ഓൺ ടൈം, അതായത് സെറ്റിംഗ്സ് എല്ലാം മാക്സിമം വെച്ച് ഉപയോഗിച്ച സമയത്ത് എനിക്ക് കിട്ടിയ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 7.5 മണിക്കൂറായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല സ്ക്രീൻ ഓൺ ടൈമാണ്. പിന്നെ അത് മാത്രമല്ല നിങ്ങളൊരു ആവറേജ് യൂസറൊക്കെ ആണെങ്കിൽ 2 ദിവസം എന്തായാലും ഈ ഫോണിൻ്റെ ബാറ്ററി നിൽക്കും. അത് നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിനകത്ത് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഫോണിനകത്ത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. പക്ഷേ നമുക്ക് ഫോണിൻ്റെ കൂടെ വരുന്ന ചാർജർ ഒരു 15 വാട്ട് ചാർജറാണ്. അത് ആ ചാർജർ വെച്ചാണ് നിങ്ങൾ ഈ ബാറ്ററി ചാർജ് ചെയ്യുന്നതെങ്കിൽ 10% നിന്ന് 100% ചാർജ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് ഒരു 2.5 മണിക്കൂർ സമയം എടുക്കുന്നുണ്ടായിരുന്നു. അതായത് ചാർജിങ് സമയം കുറച്ച് കൂടുതലാണ്. പക്ഷേ എന്നാലും നമുക്കിവിടെ ബാറ്ററി ബാക്കപ്പ് ഇത്ര നല്ലോണം വരുന്നതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ പരമായുള്ള പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. അതായത് നിങ്ങൾ രാത്രി ചാർജ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ തന്നെ രാവിലെ ആകുമ്പോൾ ഫുൾ ചാർജായി കിട്ടും. അത് നിങ്ങൾക്ക് രാവിലെ ഫുൾ ചാർജായി ഫോൺ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് രാത്രി ആകുമ്പോഴത്തേക്കും തന്നെ ബാറ്ററി എന്ന് പറയുന്നത് 0% ഒന്നും എത്താൻ പോകില്ല. നമ്മൾ എത്ര ഹെവി യൂസർ ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഒരു ദിവസം കൊണ്ട് ഡ്രെയിൻ ചെയ്ത് കളയാൻ പാടാണ്. പിന്നെ ഇവിടെ അടുത്ത് നമുക്ക് നോക്കേണ്ട കാര്യം ഈ ഫോണിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയാണ്. അത് ഡിസൈൻ്റെ കാര്യം നോക്കാൻ നേരത്തെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു ബഡ്ജറ്റിനകത്ത് നമുക്ക് അങ്ങനെ ഭയങ്കര ഹൈലൈറ്റ് വരുന്ന ഒരു ഡിസൈനൊന്നും കിട്ടത്തില്ല. ഒരു സാധാ ഡിസൈൻ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല കുറച്ച് കനം കൂടിയതും വെയിറ്റ് കൂടിയൊരു ഫോൺ തന്നെയാണ് ഈ ഗാലക്സി F22. ഇതിൻ്റെ കനം നോക്കുവാണെങ്കിൽ 9.4 mm ആണ്. പിന്നെ വെയിറ്റ് എന്ന് പറയുന്നത് 203 grams ആണ്. പക്ഷേ എന്നാൽ പോലും ഇതിൻ്റെ വെയിറ്റ് ബാലൻസ് അവർ നല്ലോണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈ പിടിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നാറില്ല. നമ്മൾ ഒരുപാട് നേരം ഉപയോഗിച്ചാൽ പോലും നമുക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയതുമില്ല. പിന്നെ വേറെ ഒരു എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്രെയിം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ബാക്ക് പോർഷൻ എന്ന് പറയുന്നതും എല്ലാം പ്ലാസ്റ്റിക് ആണ്. അതായത് നമുക്ക് പ്ലാസ്റ്റിക് ഫോണാണ്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് വന്നേക്കുന്നത് ഗൊറില്ല ഗ്ലാസ് ആണോ എന്നുള്ള കാര്യം സാംസങ് പറയുന്നില്ല. പക്ഷേ എന്നാലും ഇവിടുത്തെ ഫ്രെയിമിൻ്റെ കാര്യത്തിനകത്തും അതിനൊക്കെ ഈ ബാക്ക് പോർഷൻ്റെ കാര്യത്തിനകത്തും ക്വാളിറ്റിക്കകത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല.
അതായത് ഈ ഒരു ബഡ്ജറ്റ് ആണെങ്കിൽ പോലും സാംസങ് ക്വാളിറ്റിക്കകത്ത് പ്രശ്നങ്ങളൊന്നും വരുത്താത്ത രീതിയിലാണ് ഈ ഗാലക്സി F22 ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോണിനെ വളച്ച് നോക്കിയാൽ തന്നെ ഫോണിനകത്ത് എവിടെയും വളയുന്ന രീതിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ശബ്ദം വരും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അതായത് നമുക്ക് ക്വാളിറ്റിക്കകത്ത് ഒരു ഇഷ്യൂ എനിക്ക് തോന്നിയില്ലായിരുന്നു. അപ്പോൾ ഇത്ര നേരം ഉപയോഗിച്ച സമയത്ത് തന്നെ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ബിൽഡ് ക്വാളിറ്റിക്കകത്ത് ഒരു സ്ഥലം മോശമാക്കിയെന്ന് പറയുന്നത് ഇവിടുത്തെ ബട്ടൺസ് ആണ്. വോളിയം ബട്ടണിൽ നിന്നും പവർ ബട്ടണിൽ നിന്നും കുഴപ്പമില്ലാത്ത ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ക്വാളിറ്റി നോക്കാൻ നേരത്ത് ഒരു ചീപ്പ് ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു കാര്യം തോന്നും. പിന്നെ അത് മാത്രമല്ല ഈ പവർ ബട്ടണിനകത്താണ് നമ്മൾ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വന്നേക്കുന്നത്. അപ്പോൾ ഈ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് അക്യുറസിയുടെ കാര്യത്തിനകത്ത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ സ്പീഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര സ്പീഡ് കൂടിയ സ്കാനറൊന്നുമല്ല. എന്നാൽ ഈ ഒരു ബഡ്ജറ്റിനകത്ത് നല്ലൊരെണ്ണമാണ്. പിന്നെ അത് മാത്രമല്ല സാംസങ്ങിൻ്റെ ഇൻ ഡിസ്പ്ലേ സ്കാനറിനെ കാട്ടിയും ബെറ്റർ ആയൊരെണ്ണമാണ് ഈ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. പിന്നെ അതിനങ്ങനെ നിങ്ങൾക്ക് ഈ ഫോണത്ത് എത്ര സിം ഉപയോഗിക്കാൻ പറ്റുമെന്ന് സംശയം ഉണ്ടെങ്കിൽ 2 സിം ഉപയോഗിക്കാൻ പറ്റും. അത് 2 നാനോ സിം ആയിരിക്കണം. പിന്നെ അതിനങ്ങനെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ 64 GB സ്റ്റോറേജുള്ള വേരിയൻറ്റ് വാങ്ങിച്ചാൽ നമുക്ക് SD കാർഡ് ഇട്ട് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോറേജിൻ്റെ പ്രശ്നം മാറ്റാൻ പറ്റും. പക്ഷേ റാമിൻ്റെ കാര്യത്തിനകത്ത് 4 GB റാം എന്ന് പറഞ്ഞാൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാം മാനേജ്മെൻറ്റ് ഈ ഫോണത് കുറച്ച് മോശമായിരുന്നു. അതായത് നമുക്ക് ആപ്സിൻ്റെ എണ്ണം നോക്കുവാണെങ്കിൽ എത്ര ഓപ്പൺ ആയി കിടക്കും എന്നുള്ള കാര്യം നോക്കുവാണെങ്കിൽ 2-3 ആപ്പൊക്കെ മാത്രമേ മെമ്മറിയിൽ ഓപ്പൺ ആയി കിടക്കൂ. അത് നമുക്ക് റീലോഡിങ് പെട്ടെന്ന് നടക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ റീലോഡിങ് നടക്കുന്നുണ്ട്. പക്ഷേ റീലോഡിങ്ങിനകത്ത് തന്നെ അങ്ങനെ ഭയങ്കര സമയമൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ ഈ 4 GB റാം വേരിയൻറ്റ് ഉപയോഗിച്ച സമയത്ത് എനിക്ക് അങ്ങനെ ഭയങ്കര പ്രശ്നമൊന്നും തോന്നിയില്ലായിരുന്നു. പക്ഷേ നമ്മൾ ലോങ് ടേം നോക്കാൻ നേരത്ത് 6 GB റാം വേരിയൻ്റ് ആണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ അവസാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വൈഫൈ വേർഷൻ ഡ്യുവൽ ബാൻഡ് വൈഫൈ ആണ്. പിന്നെ സെൻസേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് വേണ്ട എല്ലാ സെൻസേഴ്സും കിട്ടുന്നുണ്ട്. പക്ഷേ NFC കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഗാലക്സി F22 കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് ഈ ഫോൺ എന്ന് പറയുന്നത് സാംസങ് അത്യാവശ്യം നല്ല ബാലൻസ്ഡ് ആയിട്ട് ഇറക്കിയ ഒരു ഓപ്ഷൻ തന്നെയാണ്. അതായത് ഈ ഒരു ബഡ്ജറ്റിനകത്ത് നമുക്കങ്ങനെ ഭയങ്കര പ്രശ്നമുള്ള കാര്യങ്ങൾ എന്ന് പറയാൻ പറ്റുന്നത് ഫ്രണ്ട് ക്യാമറയ്ക്കകത്താണ്. അല്ലാതെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് തരുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം വന്നേക്കുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഒരു ഫോൺ നോക്കുവാണ്, അത് നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഓപ്ഷനാണ് വേണ്ടതെങ്കിൽ ഈ ഗാലക്സി F22 നല്ലോണം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അത് ഇതിൻ്റെ കോമ്പറ്റീഷൻ ഫോൺസായ നാർസോ 30 അല്ലെങ്കിൽ വേറെ എന്ത് ഫോണായിട്ട് കമ്പയർ ചെയ്താൽ പോലും ഇതിന് സാംസങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് സാംസങ് ഇവിടെ മിക്ക കാര്യങ്ങളും ആ ഒരു ക്വാളിറ്റി നിലനിർത്തി തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.